Hi everyone, welcome back to my YouTube channel. So this is me exploring Bali 4th day. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വിസിറ്റ് ചെയ്യുന്നത് ടെമ്മനായൂൺ ടെമ്പിളാണ്. ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ്. അപ്പോൾ നമ്മളൊരു ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെമ്പിളിലേക്ക് കിടക്കുന്നത് തന്നെ. ബിക്കോസ് ദിസ് ടെമ്പിൾ ഇസ് സറൗണ്ടഡ് ബൈ ഫുൾ വാട്ടർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ലൈക്ക് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഈ ഫസ്റ്റ് കാണുന്നത് തന്നെ നമ്മൾ ഈ കോക്ക് ഫൈറ്റിംഗ് അതിൻ്റെ ഒരു പാവലിയനാണ് ഇത്. ആൻഡ് ദർ ആർ ഓൾസോ സം ബ്യൂട്ടിഫുൾ സ്പോട്ട്സ് ലൈക്ക് ഇപ്പോൾ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഗോഡ സ്റ്റൈലിലുള്ള ടെമ്പിളാണ്. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ദർ ഇസ് ലൈക്ക് ലോട്ടസ് പോണ്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അവിടെ മീൻസ് വർക്ക് ചെയ്യുന്ന ആരുമാണ്. പക്ഷെ നമ്മളെ കണ്ടപ്പോൾ വെറുതെ ഞങ്ങളിങ്ങനെ ലോട്ടസ് എന്നിങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അയാൾ നമുക്കൊരു ലോട്ടസ് തന്നു. ശരിക്കും അങ്ങനെ ലോട്ടസ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ്. ബട്ട് എന്നാലും നമുക്കൊരെണ്ണം കിട്ടി ഫ്രീ ആയിട്ട്. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് പ്ലേസ് വിസിറ്റ് ചെയ്തത് സീക്രട്ട് ഗാർഡൻ വില്ലേജാണ്. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല ബ്ലോക്സ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മ്യൂസിയമാണ്. അപ്പോൾ ഹെർബറിസ്റ്റ് മ്യൂസിയം ആണ് അതിൻ്റെ നെയിം. ഇതൊരു ഹെറിറ്റേജ് മ്യൂസിയം ആണ്. അതായത് പണ്ടത്തെ ബാലിനീസ് ബ്യൂട്ടി പ്രൊഡക്ട്സുകളൊക്കെ അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും അതിലിപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ട്, അതിനെക്കുറിച്ചുള്ള നോളേജും കാര്യങ്ങളും അങ്ങനത്തെ ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതിൻ്റെ ബെനിഫിറ്റ്സുകൾ കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന ടൂൾസ് വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ സാമ്പിൾ ടെസ്റ്റ് ചെയ്തും നമുക്ക് നോക്കാം. നല്ല സ്മെല്ല. ഗ്രീൻ പിന്നെ ഇതൊരു തിയേറ്റർ റൂം പോലെയാണ്. അവരുടെ ഒരു ഡോക്യുമെൻ്ററി ബാലിനീസ് അവരുടെ കൾച്ചറും അവരുടെ ഈ ഹെർബറിസ്റ്റ് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സിനെ കുറിച്ചുള്ളതും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസുകളായിട്ട് അവരൊരു ഡോക്യുമെൻ്ററി പോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു 5-10 മിനിറ്റ്സ് നമുക്ക് ഇത് കാണാനുണ്ട്. Like a string of pearls embedded in the equator. ഇവരുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷനാണ്. അതിൻ്റെ ആ ഏരിയയിലേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ നിൽക്കുന്ന ഈ ലാബ് ഇതുപോലത്തെ കോട്ടും നമ്മൾ ഫേസ് മാസ്കും അങ്ങനെ ക്യാപ്പും ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ പ്രോസസ്സ് അവർ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മിക്സിങ് പാക്കിങ് അങ്ങനത്തെ ഈ ബ്യൂട്ടി പ്രൊഡക്ട്സുകളുടെ എല്ലാത്തിൻ്റെയും പ്രൊഡക്ഷനാണ്. നെക്സ്റ്റ് വരുന്നത് ഇവരുടെ ഷോപ്പിംഗ് സ്റ്റോറാണ്. അതായത് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സുകളെല്ലാം സെയിലിന് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ എല്ലാം ഉണ്ട്. അതായത് ബോഡി ലോഷൻ, ഷാംപൂ, ഹെയർ സെറം, പെർഫ്യൂംസ്
പിന്നെ ഫാൻസി ടൈപ്പായിട്ടുള്ള സോപ്പുകൾ അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം. നെക്സ്റ്റ് ഇവരുടെ തന്നെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് പിന്നെ നമ്മൾ അന്ന് ലഞ്ചൊക്കെ കഴിച്ചതും. തേർഡ് പ്ലേസ് നമ്മൾ വിസിറ്റ് ചെയ്തത് ഉലന്താനു ടെമ്പിളാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർ ബെററ്റാൻ ലേക്കാണ്. ലേക്കിൻ്റെ അടുത്ത് ഉള്ള ഒരു ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ടെമ്പിളെ പോലെ സെയിം ഒരു പഗോഡ സ്റ്റൈൽ അങ്ങനത്തെ ഒരു ടെമ്പിളാണ്. പിന്നെ അതേപോലെ ഇവിടെ ബ്യൂട്ടിഫുൾ ആണ് മൊത്തം. ഇവിടെ ഗാർഡൻസ് ആയാലും അങ്ങനെ നമുക്ക് കുറച്ചൊക്കെ ഫോട്ടോ സ്പോട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ബാലിനീസ് കോസ്റ്റ്യൂം ഇട്ടിട്ട് അവർ ഫോട്ടോസ് എടുക്കുന്നതാണ്. പക്ഷേ നമുക്കൊരു 45 മിനിറ്റ്സ് മാത്രമേ നമ്മളിവിടെ ഉണ്ടായുള്ളൂ, നമുക്ക് ടൈം ഉണ്ടായുള്ളൂ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഡ്രസ്സ് മാറി നമ്മൾ ആ ക്യൂവിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഒരുപാട് പോകും. അതുകൊണ്ട് പിന്നെ അത് ട്രൈ ചെയ്യാൻ നിന്നില്ല. അല്ലാതെ തന്നെ ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ടാണ് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തത്. ദ ലാസ്റ്റ് പ്ലേസ് ടു വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗിറ്റ് വാട്ടർഫോൾ ആണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതേപോലെ നടക്കാനായിട്ടൊരു 10 മിനിറ്റ്സ്, ഒരു 8 to 10 മിനിറ്റ്സ് ഉണ്ട്. No, 1995. കിട്ടിയിരിക്കുന്നത് 108 ആണ്. ഇനി അത് പോയി കണ്ടുപിടിക്കട്ടെ എവിടെയാന്ന്. ഈ 2 സൈഡിലും കാണുന്നതിലാണ് നമ്മുടെ റൂമുകൾ വരിക. നോക്കട്ടെ ഇതിലേതാണെന്ന്. സൗണ്ടും പോയോ ദൈവമേ. കണ്ടെത്തി 108. ഓക്കെ, സോ ഇതിപ്പോൾ 27th ഡിസംബർ. അപ്പോൾ നമ്മൾ വൈകുന്നേരം നമ്മൾ നിന്നിരുന്നൊരു ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് പുതിയ ഹോട്ടലിൽ ഇപ്പോൾ ഈ വൈകുന്നേരം ചെക്ക് ഇൻ ചെയ്തതാണ്. ഹോട്ടൽ ഇത് ലൊവിനയാണ് സ്ഥലം. ആൻഡ് ഹോട്ടലിൻ്റെ നെയിം ഹോട്ടൽ
സുനേരി അങ്ങനെയാണ് ആ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ റൂം ടൂർ എന്ന് പറയാൻ പാകത്തിന് അങ്ങനെ, എന്നാലും ഞാൻ കാണിച്ചു. ഇവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു ടേബിള് ഇരിക്കാനുള്ളൊരു സ്പേസ് നമ്മുടെ ഇവിടെ വിൻഡോയ്ക്ക് അടുത്ത് തന്നെയാണ്. പിന്നെ 2 ബെഡ്. ഇതൊക്കെ എൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് ആകെ വൃത്തിയിട്ടാക്കി വെച്ചേക്കാണ് ഞാൻ. പിന്നെ TV, ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും, മിറർ, ഇവിടെ നമുക്ക് കോഫി അങ്ങനെ ടീ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഓൾറെഡി വെച്ചേക്കുന്നത്. ഞാനും ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെയാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ലൈറ്റ് ഓക്കെ. ഈ സൈഡ് ലൈറ്റാണ് നമ്മുടെ. കുട ഫ്രീ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പുറം സൈഡ് ഞാൻ തുറന്നില്ലല്ലോ. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പൊതുവേ ഞാൻ അങ്ങനെ എന്താ പറയുക, കൂടുതൽ സ്പേസ് എടുക്കാറില്ല ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ. അതായത് ഞാനിപ്പോൾ ഒരു ഹോട്ടൽ, ഇപ്പോൾ ആ ഒരു ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ അവിടെ ഒരു കുറച്ച് ടേബിൾ, അവിടെ സ്പേസ്, ആ ഒരു സ്പേസ് മാത്രമേ ഞാൻ എൻ്റെ സാധനങ്ങൾ വയ്ക്കാറുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ പാക്ക് ചെയ്യണ സമയത്ത് വലിച്ചു വാരിയ ഒരു സാധനങ്ങളും പലയിടത്തായിട്ട് കിടക്കില്ല, ഒന്നും വിട്ടും പോവില്ല. അങ്ങനെ. അയ്യോ, ഇത് കാണിച്ചില്ലല്ലോ. ഓക്കെ. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഒരു റൂം ടൂറ്. ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നടന്നിട്ടില്ല മൊത്തം ഈ ഹോട്ടൽ ചുറ്റും. അതിപ്പോൾ ഞാൻ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട് പോയി ഒന്ന് കാണാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഹോട്ടൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. Hope you like today's visit. If you do, please do subscribe to my channel for more videos. Thank you.